ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും രാവിലെ തൊട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒന്നും എടുത്തിട്ടില്ല. വേറെ ഒന്നും നമ്മളല്ലേ എന്തെങ്കിലും ഒരു സന്തോഷം. ഇപ്പോൾ 2 ദിവസം നല്ല സന്തോഷത്തോടുള്ള വീഡിയോ കണ്ടിരിക്കുന്നത്. 3 ദിവസം നമുക്കൊരു പണി കിട്ടി. വേറെ ഒന്നുമില്ല, ഇന്നലേക്ക് തീരെ വൈകുന്നേരം പള്ളി മലയ്ക്ക് പോകാൻ തുടങ്ങിയ ഗുളിക കഴിക്കില്ല. ആ ഗുളിക കഴിച്ച് പിന്നെ നിർത്താമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വീണ്ടും ഗുളിക അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കഴിച്ചിട്ട് 1.5 മാസത്തോളം ഈ ഗുളിക ഒരു എത്ര കഴിച്ചിട്ടുണ്ട്, 70 കഴിച്ചിട്ടുണ്ട്. അപ്പുറം ഗുളികൾ ഞാൻ കഴിച്ചിട്ട് അപ്പൊ ആ ഗുളിക കഴിച്ചിട്ട് നല്ലതായാലും ഒരു സാഹചര്യം കൊണ്ടാണ്. വെക്കേഷൻ സമയമാണെങ്കിൽ ഞാൻ ഇതൊന്നും മുന്നോട്ട് കഴിക്കാൻ പറയില്ല. സ്കൂളുള്ള കാരണം ഒരു സ്കൂൾ പോകുന്ന സമയത്ത് മുടിയാട്ടാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അനിയനോട് ഒറ്റയ്ക്ക് ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഒരു മിനിറ്റ്, കൊറിയർ വന്നിട്ടുണ്ട്. ആർക്കാ? ഉപ്പുമുളക്. അപ്പം ഞാനാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നോട്ടെ, അതാണ് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മളല്ലേ 2 ദിവസം സന്തോഷിച്ചാൽ 3-ാമത്തെ ദിവസം എന്തെങ്കിലും പണി കിട്ടുന്ന പറഞ്ഞ അവസ്ഥയിൽ ഈ ഗുളിക കഴിച്ച് ഡേറ്റ് ആയപ്പോൾ വയറുവേദന, തണ്ടൽ വേദന, ഛർദ്ദിക്കാൻ വരിക, കുറേ ബുദ്ധിമുട്ട്, ഭക്ഷണം വേണ്ട, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇന്നലെ ആണെങ്കിൽ ഒരു 5:30 തുടങ്ങിയത് നെഞ്ചുവേദന, ഭയങ്കര നെഞ്ചുവേദന. അപ്പം ഞാൻ നീര് ഇറങ്ങിയതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇതാക്കുന്നു. പിന്നെ നെഞ്ചത്തുനിന്ന് വേദനയ്ക്ക് പുറത്തേക്ക് വന്നു തുടങ്ങി. പുറത്തുനിന്ന് പിന്നെ ഷോൾഡറുമിക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോഴേക്ക് പിന്നെ എനിക്ക് പേര് ദൈവമേ ഇനി വല്ല അറ്റാക്കിൻ്റെ ലക്ഷണമാണോ അല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കഷ്ടകാലം പിടിച്ചവർക്ക് എന്നും കഷ്ടകാലം, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹം ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലെ കുണുക്കൻ്റെ ഡോക്ടറെ അടിച്ച മരുന്ന് കഴിഞ്ഞിട്ടിപ്പോൾ 3-4 ദിവസമായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ എന്നിട്ടാണ് അവന് വീണ്ടും ബുദ്ധിമുട്ട്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ മരുന്ന് മേടിക്കാൻ പോയിട്ടാ. അങ്ങനെ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ മരുന്നൊക്കെ മേടിച്ചു. 1 മാസം കൂടിയുള്ള മരുന്ന് മേടിച്ചു. 2 മാസം എഴുതിനാണ്. അപ്പോൾ ഞാൻ അന്ന് 1 മാസം ഞാൻ മേടിച്ചുള്ളൂ. ഒറ്റയടിക്ക് 2,000-3,000 വരും. അപ്പം ഞാൻ 1 മാസം മേടിച്ചുള്ളൂ. പിന്നെ ഇപ്പോൾ 1 മാസം ഇന്നലെ മേടിച്ചത് ഇറങ്ങിയപ്പോഴേക്ക് എനിക്ക് നെഞ്ചിനൊന്നും ഒരു സുഖമില്ല. കഷ്ടകാലം നേരത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റി വീൽ ചെയർ എടുക്കണോ, അപ്പൊ അതൊക്കെ കേട്ടപ്പോ ആകെ പേടി. അങ്ങനെ മരുന്ന് മേടിക്കാൻ പക്ഷെ എന്റെ മനസ്സിൽ മരുന്ന് മേടിക്കാൻ പോണേന്റെ ഒപ്പം എന്റെ മനസ്സിൽ ഇതുണ്ട് കേട്ടോ, മലങ്കരയിലേക്ക് പോകണ്ട, എന്താ വേണ്ടത്, നെഞ്ച് വേദനിക്കുണ്ടോ. അല്ലെ നമ്മള് നെഞ്ചുവേദന മാത്രം റിസ്ക് എടുത്തിട്ട് വന്നിട്ട് കാര്യമില്ല. ചെറിയ ഉണ്ണോളുള്ളത് നമ്മൾ അതിന് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ അവിടെ കയറി ECG ഒക്കെ എടുത്തു. ECG അപ്പോൾ ചെറിയൊരു ഇത് കാണിക്കുന്നത്, രേഷൻ കാണിക്കേണ്ടത് ചെറുതായിട്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി വല്ല ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വേറെ ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞു. കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഷർ നല്ല നിലയ്ക്കുണ്ട്. അത് കുറച്ച് ദിവസമായിട്ട് അനുഭവത്തിൽ നല്ല കാര്യം നോക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് ഞാൻ പ്രഷർ നോക്കട്ടെ. അപ്പം അതിനായിട്ട് അവിടെ വന്നു പ്രഷർ കൂടുതല. അപ്പം ഞാൻ അച്ഛനോട് അതൊക്കെ 2-3 ദിവസമായിട്ട് മനസ്സിലായില്ല. അല്ല അതിനാണ് സംശയം തീർക്കുക. ഞാൻ പ്രഷർ നോക്കിയപ്പോ എനിക്ക് നോർമലാ. ഞാൻ താജ്മഹൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് നോക്കിയാ. അപ്പൊ ഉണ്ണി പറഞ്ഞു എനിക്കാ പ്രഷർ എന്നാ പ്രതികരണൊക്കെ ഒരു ഭാഗത്തുനിന്ന്. അപ്പൊ എങ്ങനെയാ അപ്പൊ എന്തെന്നായാലും പ്രഷർ നല്ല നിലയ്ക്കുണ്ട്. നോർമലായിട്ട് പോണ ആളാട്ട, പിന്നെയും കുറച്ച് പതിവ്. നോർമൽ വളരെ കുറവാ, പിന്നെ പ്രഷർ കുറഞ്ഞു കയറാൻ എന്നോട് ഉണക്കമീന അച്ചാറൊക്കെ കഴിച്ചോളാൻ പറഞ്ഞതാ. ഈ പ്രാവശ്യം എനിക്ക് പ്രഷർ കുഴപ്പമില്ലാത്ത നിലയ്ക്ക് നല്ല ഗുളിക കഴിക്കണ്ട, പ്രഷറുണ്ട്, എന്താ പ്രഷർ കൂടിക്കണേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാനസികമായിട്ടൊരു ഡിപ്രഷൻ കാരണം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. 100,000 പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ലല്ലോ, 100,000 പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മുടെ ജീവിതം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ സെറ്റായിട്ട് ഞാൻ. പക്ഷേ എനിക്ക് അവിടെ പോയി വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയെ കുഴപ്പമുണ്ടാ ഹോസ്പിറ്റലിൽ പോകണ. അപ്പം ഞാൻ വേണ്ടെന്ന് പറയുന്നെങ്കിലും രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ പനി അങ്ങനെ എന്തെങ്കിലും നമുക്ക് തൊട്ടോക്കി അറിയാം. ഇതിപ്പോ നമുക്ക് അറിയണില്ല, വേദന ഉണ്ട് എന്ന് പറയണത് തന്നെ അവിടെ ചെന്നിട്ടാണ്. ഞാൻ പറഞ്ഞു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഇല്ല പറഞ്ഞാൽ പോലും എന്റെ മുഖം
പിടിക്കും. പിന്നെ ഈ പ്രഷറിന്റെ ഒരു ഓൾറെഡി ഒരു വിഭ്രാന്തി ഉണ്ടായിരുന്നു, അതിപ്പോഴും കൂടെ പുറപ്പായിട്ട് കൊണ്ടിട്ട്. ഇപ്പൊ സുന്ദരി പെണ്ണാണ്, നല്ല സുന്ദരി പെണ്ണാണ്, നല്ല ഭംഗിയുള്ള പെണ്ണാണ്. അതല്ല ഇപ്പൊ ഈ പറഞ്ഞല്ലേ ഡേറ്റ് ആയി അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടില്ല. അതിൻ്റെതായ ഒരു ചെറിയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഷർ നോർമലായി തോന്നുന്നു അല്ലേ? പ്രഷർ നോർമലായിട്ടില്ലെങ്കിൽ 169 എന്നുള്ളത് 129 ആയിണ്ടാവും. ആ രൂപത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പപ്പടം 4 നേരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞാലും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പപ്പടം നിർത്തിക്കൊണ്ടേ അച്ചാറ് നിർത്തിക്കോ ഞാൻ പറഞ്ഞു വിട്ടു. അച്ചാർ നമ്മളിട്ട് അച്ചാറിൽ അങ്ങനെ ഉപ്പൊന്നും കാര്യമില്ല. എന്നാലും കെട്ടുനിറക്കുമ്പോളിട്ടതല്ല, കെട്ടുനിറക്കി അത് ഞാൻ തൈര് നക്കണോ വടുകപ്പുളി ഇങ്ങനെ. പക്ഷെ ഒരു വായിക്കൊരു പുളിപ്പ് വന്നത് തൈര് തോന്നുള്ളൂ. എന്നാലും പുളിയിഞ്ചി ഒക്കെ കഴിച്ചു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ പുളിയിഞ്ചി അച്ചാറും പപ്പടം നല്ലോണം കഴിച്ചിട്ട്. ഈ മരക്ക് പോകുന്ന സമയത്ത് പപ്പടം കൊണ്ട് മാത്രം നമ്മള് ചോറുണ്ടായിരുന്നു, വേറെ ഒന്നും കൂട്ടിയിട്ട് ചോറുണ്ടായിരുന്നില്ല. പപ്പടം ആയിരുന്നു മെയിൻ ആയിട്ട് പോയത്. പപ്പടം ഭയങ്കര രൂക്ഷ പപ്പടം, എല്ലാ അസുഖത്തിനും എതിരാളിയാണ് പപ്പടം. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീടെത്തിയിട്ട് എന്റെ മുഖത്ത് നെഞ്ചിത്തേനയുടെ ഭാവമൊന്നും മാറുന്നില്ല. അപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ. അല്ല ഞാൻ ചോദിക്കേണ്ട ഈ പാതരക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക എന്തെങ്കിലും ഒക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യമില്ലാണ്ട് കുറെ നേരം ക്യാഷ് പോയി കെടുക്കുക മാത്രം. 10,000-2,000 രൂപ വേണം. അല്ല നാളെ ഞാൻ പിണങ്ങിയാനും ചോദിച്ചില്ല. അണ്ണാമലങ്കരോട്ട് എത്ര രൂപയില്ലേ? 2000 ആവും. നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിട്ടേ. ഒരു സ്റ്റൂളും അല്ല ഒരു ചെറിയ കസേര പോലും നമുക്ക് ഇട്ടിരുന്നില്ല. അതാണ് കാഷ്വാലിറ്റിയില് ഒരു രോഗിയോട് ഒരാൾക്കുന്നുണ്ട്, ആ ഒരാൾക്ക് നിക്കാൻ ഒരു കസാര ഇട്ട് കൊടുക്കണില്ല. എല്ലാ കാഷ്വാലിറ്റിയിലും ഒരു കട്ടിലിന്റെ അടിയിൽ ഒരു സ്റ്റൂൾ എന്തെങ്കിലും ഉണ്ടാവും രോഗികൾക്ക് നോക്കാനൊക്കെ. ഡോക്ടറോട് തന്നെ ചോദിച്ചപ്പോ ഡോക്ടർ നോക്കട്ടെ എന്നിട്ടൊരു പോക്ക് പോയത്. പിന്നെ ഡോക്ടർ കിടന്ന് ഉറങ്ങി തോന്നുന്നു. ഞാന് മൈഗ്രന്റെ തലേനെ ഞാൻ കേട്ടില്ലേട്ടാ തോന്നുന്നു. എനിക്ക് ആ തലവേനയിൽ ഞാൻ ആ ഇഞ്ചക്ഷൻ കിട്ടിയോടുകൂടി ഞാൻ നല്ല ഓർമ്മ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും തലവേനയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെറിയൊരു തലവേദനയ്ക്ക് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ, വേദനയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, ഒരു ട്രിപ്പ് ഇട്ടു. 2,000 രൂപയാണ്. നമ്മളെന്താ ഇത്രയും ബില്ലൊക്കെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. നല്ല ബുദ്ധിമുട്ട്. അപ്പണ്ട് ഒരു 9:30 ആയപ്പോൾ ഒരാൾ കരയണ്ടിരുന്നിട്ട് ഇങ്ങനെ കരയണം. പോയി വന്ന് ഉണക്കിന് മരുന്ന് മേടിച്ചൊന്നും അതിൻ്റെ അപ്പം എനിക്ക് ECG എടുക്കലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ഡോക്ടറാണെങ്കിലും കഴിഞ്ഞ് വല്ല സമാധാനപരമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ അടുത്തൊരാളിരുന്ന് കരയണ്. അപ്പം എന്താ കുടിക്കുക പൊണ്ണ കഴിച്ചിട്ട് വയ്യ. പൊട്ടൊക്കെ ഇപ്പം പനിക്കണുണ്ട്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ ആ ഒരു ഇത് പനിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വേഗം അത് കൂടാന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓൾറെഡി കുണിക്കുക ചുമ പിടിച്ചിട്ട് എന്നും രാത്രി ആകുമ്പോൾ ഛർദ്ദിക്കലും കാര്യങ്ങളാണ്. എന്നും ചുമച്ച് ഛർദ്ദിക്കും. ബെഡ്ഷീറ്റ് മാറ്റിൽ ഇതന്നെ ഒരു പണിയായിട്ട് പണക്കണം. അപ്പൊ പിന്നെ റിസ്കിന് നിന്നില്ല. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് 9:15 നോക്കും. ഡോക്ടറെ കണ്ടപ്പോ പോയി കഴിഞ്ഞാൽ പേര് തന്നെ പറയണ്ട, മഹാലക്ഷ്മി ഡോക്ടർ എഴുതും, ആരും എഴുതും. ആകെ ഒന്ന് ഇടയ്ക്ക് നോക്കും, വെയിറ്റ് നോക്കും പുതിയതായിട്ട്. ഏകദേശം വെയിറ്റ് അറിയാം. എന്നോട് കുളിക്കുന്ന വെയിറ്റിൽ കൂട്ടിയല്ലേ അവനല്ല മരുന്ന് അങ്ങനെ പറയാം ഡോക്ടർ. പറഞ്ഞു പറഞ്ഞപ്പോൾ 6 വെയിറ്റ് പോയി, വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ രാത്രി 12 മണി ആവണമായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് എന്നോട് പറയണത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ വക കാര്യങ്ങള് ഇനിയെങ്കിലും. പക്ഷെ ഗ്യാസിന്റെ അല്ലേ മാറിയില്ലേ? വെറുതെ പോയി 12,000 തലവേദനക്ക് 2,000 ചോദിച്ചു. അല്ല നമുക്ക് അനുഭവത്തിന് ഒരാളുടെ കാര്യം ഒരു ദൈവം വിചാരിച്ച സമയത്ത് വിളിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാ കലാഭവൻ റിയാസ എന്താ ആള് എല്ലാവരും പറഞ്ഞപ്പോ ഷൂട്ടിന്റെ ഇടയിൽ വന്നപ്പോ ചെറിയ അല്ല അങ്ങനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഡോക്ടർ വരാൻ പറഞ്ഞ് പോയില്ല എന്നൊക്കെ. ഇതൊക്കെ ഒരു നിമിഷം നേരത്തെ അത് തോന്നിക്കേണ്ട നേരത്തെ തോന്നുക, വേറെ കാര്യം. എന്നാലും ഇനി ഉണ്ടാവുമ്പോ പറഞ്ഞോളൂട്ടുണ്ട്. നമുക്കിതെല്ലാം നമുക്ക് എനിക്ക് ദൈവം സഹായിച്ച് നെഞ്ചൊന്നും ഉണ്ടാവില്ല. എനിക്ക് ദൈവം സഹായിച്ച് നെഞ്ചന്റെ ഉണ്ടാണോ വേദന ഒന്നും ഉണ്ടാവാറില്ല. എനിക്കറിയാം മനസ്സിനുള്ള കരിങ്കല്ലാണ്. അതാണ് കാട്ടി കരിങ്കല്ലായിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പാണ് ഹോസ്പിറ്റൽ കേസ്. ഞങ്ങൾക്ക് എന്താണോ ആരിട്ടിട്ടാവോ 8ന്റെ പണിയാണോ 16ന്റെ പണിയാണോ ഈ തന്നുകൊണ്ടിരിക്കണെന്നല്ലേ ഇതിനടുത്ത്. എന്റെ ഒരു സമാധാനം ഈ വക ചെറിയ കാര്യങ്ങളല്ലേ. അങ്ങനെ നമ്മള് ചെറിയ കാര്യം നമ്മൾ വിചാരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ചെറിയ പലരും ഞങ്ങളോട് നിങ്ങൾ സമ്പാദിച്ചവരോട് നിങ്ങൾ സേവ് ചെയ്തോട്ട് അറിയും. ഈ സേവിങ്ങിനോ സമ്പാദിക്കാനോ നമുക്ക് എടുപ്പറ്റിപ്പോ ഇന്നലെ 10,000 കുറുക്കൽ ഗുളിയെ മേടിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ തെച്ചിട്ട് തരാം. അതും 10,000-2000 അങ്ങനെ രീതിയിൽ ചിലവായി. അത് കഴിഞ്ഞപ്പോൾ കുടിക്കിക്ക് 700 രൂപ 700 അല്ലേ ഡോക്ടർ അവിടെ എത്ര അടുത്ത്? ഡോക്ടർ അവിടെ 250 പിന്നെ മരുന്നും കൂടിയിട്ട് 466 വരിക. 250 രൂപയാണ് അവിടെ അപ്പുറത്ത് ഒരു മരുന്ന് കിട്ടാണെന്നല്ലോ ആൻറ്റിബയോട്ടിക്. അത് അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ 250 ഞാൻ മേടിച്ച്. അപ്പോൾ കണ്ട 800 രൂപ അങ്ങനെ പോയി. അപ്പം നമ്മളിത് എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഇപ്പുറത്തെ ഇപ്പോൾ ഹോസ്പിറ്റലേഴ്സ് തന്നെ ഇന്നും ഹോസ്പിറ്റലേഴ്സ് തിരിച്ചടിക്കാൻ നിന്നോടത്താലല്ലേ നിക്കാൻ പറ്റിയാലല്ലേ സർജ വരുത്ത കാര്യം. നിവർന്ന് നിന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറ്റുള്ളൂ. എന്നും തലക്കടിയാവും നിവർന്ന് നിൽക്കാൻ പറ്റും. അടിക്കണതാണ് വെച്ചിട്ട് തലേപ്പ അടിച്ച് പൊളിക്കാണ്. ഏതായാലും പൊളിക്കണവർക്ക് ഒന്നുകൂടി ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മളായിട്ട് ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ഏൽക്കും. അതൊക്കെ കഴിഞ്ഞ് 10 കുഴി 11 വീട് വീഴുന്ന അവസ്ഥ. എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കറിയാം. കുറച്ച് ദിവസമായിട്ട് ഉണ്ട് നമ്മുടെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഇല്ലെന്ന് നമുക്ക് പറഞ്ഞ് ഫുള്ളായിട്ട് തള്ളാൻ പറ്റും. അത് നമുക്ക് ആരുടെ കൂടെ കൂടുമ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നല്ലോണം അറിയുന്നുണ്ട്. ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറണമെന്ന് നമുക്ക് അറിയുന്നുണ്ട്. എന്തായാലും അവർ എത്ര നെഗറ്റീവ് ഇട്ടാലും ഞങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ട് കൊണ്ടുനടക്കാൻ ഞങ്ങൾ ശ്രമിക്കുക. അല്ലാണ്ട് നമുക്ക് കാശ് കൊണ്ട് പോസിറ്റീവ് ആക്കാൻ പറ്റില്ല. ഇവരൊക്കെ നല്ല മാന്യന്മാരായിട്ട് വേണ്ട. ഇന്നിപ്പോ ഒരു പുരാവസ്തുവിനായിട്ട് വന്നിട്ടായിരുന്നു ഇല്ലേ, പുരാവസ്തുവിനെ കൊണ്ട് നടന്നായിരുന്നു. എന്താ ചെയ്യാ, എന്തെങ്കിലുമൊക്കെ കാലം തിരിയും. അത്രയുള്ളൂ. ഓരോരോ വെച്ചുകെട്ടിലും കാണിച്ചു കൂട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക ഓരോരുത്തർ. എന്താ ചെയ്യാ, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പോട്ടെ. എന്നാലും നമ്മൾ പറയണ്ടേ, നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിട്ട് നമുക്ക് വരും. അതെന്താണെന്ന് അറിയില്ല, അത് നമുക്കറിയാം. നമ്മുടെ വീട് ഇപ്പൊ മലയ്ക്ക് പോണ സമയത്ത് നല്ല പോസിറ്റീവായിട്ടൊരു വൈബ് അല്ലേ മനസ്സും. ആ സിനിമയിലത്തെ അതിരായാലോ ഒന്ന് വിചാരിക്കണ്ട്. ചിന്താവിഷ്ട നല്ല പോസിറ്റീവ് എനർജി കിട്ടും. അതല്ലേ നല്ലത്, വീടിന്റെ ഐശ്വര്യം കിട്ടും. എന്തുണ്ട് ബാബുസ്വാമി ബാബുസ്വാമി എന്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ബാബുസ്വാമി അതെന്താ റീൽസ്? അത് ബാബുസ്വാമി സ്വാമിയായിട്ട് നടക്കുവോ? പിന്നെ കഷ്ടത്തിലാക്കുവോ? സ്വാമി നമുക്ക് വായോണ്ട് പറയല്ലോ സ്വാമി, അല്ല പോസിറ്റീവ് എനർജി പറഞ്ഞത്. ബാബുസ്വാമി അങ്ങനെ ആയാൽ ഓ കഷ്ടത്തിലാവോ? ബാബുസ്വാമിക്ക് വയസ്സ് എത്രയാ? ബാബുസ്വാമിക്ക് വയസ്സ് 56. എനിക്ക് വയസ്സ് 52 സ്വാമി. സ്വാമിക്ക് പലതും തോന്നും പണ്ട് അല്ല. എനിക്ക് എപ്പോഴും, ഞാൻ സത്യം പറയാം, എനിക്ക് എപ്പോഴും എൻ്റെ അതിനായിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് നടക്കണതിനായിട്ട് എനിക്ക് ഇഷ്ടം. എന്താ വെച്ചാൽ റൊമാൻറ്റിക്കിന് ഞാൻ പറഞ്ഞ റൊമാൻറ്റിക്കിന് എന്തെങ്കിലും ഒരു പൊടി പിന്നാക്കണ്ട ഉണ്ടെങ്കിൽ ഒപ്പ് പറയും. 56 വയസ്സായാലും റൊമാൻറ്റിക്കിന് പിന്നാക്കണ്ട കൊണ്ട് പറയിപ്പിച്ചതോ സ്വാമി ആവുന്ന പറഞ്ഞതോ സ്വാമി എന്നോണ്ട് പറയിപ്പിക്കല്ലോ സ്വാമി. അങ്ങനെയല്ല കേട്ടാ, അതോടല്ല. ഞാൻ എപ്പോഴും പറയും നമുക്ക് കുറച്ച് കാശിന്റെ കാര്യങ്ങൾക്ക് കുറവുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഭയങ്കര പല ഈ തള്ള അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് തള്ളി നന്ദിയൊക്കെ ആവാം. ഞങ്ങളുടെ ഒരുപാട് വർഷം ഞങ്ങളെ പ്രവാസികളായിട്ട് ജീവിച്ച് ഞങ്ങളുടെ ലൈഫ് പോയിട്ടുള്ളവരാ. ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തടുത്ത് ഒരുമിച്ചുള്ളപ്പോഴേ ഞങ്ങൾക്ക് സ്നേഹിക്കാനും എടുക്കാനും പറ്റില്ല. ഞാൻ പണ്ട് ഇതുവരെ കല്യാണം കഴിഞ്ഞ പുതിയതില് അതിനായിട്ട് ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ട് ഒരു മൂശാട്ട മനുഷ്യനാ. അറിയില്ല റൊമാൻറ്റിക് അതല്ല, ഒരു മൂശാട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും തല്ലൂട്ടം പടക്കളൊക്കെ ആകുമ്പോ ഞാൻ പറഞ്ഞു നീ നേരും അല്ലെങ്കിൽ ഞാൻ നേരുമെന്ന് പറയും. അപ്പൊ ഞാൻ പ്രാവശ്യം അതിനായിട്ട് നേരെയായിക്കോ, ഞാൻ എന്നെ നേരെയൊക്കെ വെച്ചാൽ എളുപ്പമല്ലേ. നമ്മൾ ഒരാളെ നേരെയാക്കണേക്കാൾ എത്രയോ എളുപ്പം നമ്മൾ സ്വയം നന്നാവണത്. അതല്ല നമുക്ക് എളുപ്പം. മറ്റൊരാളെ നേരെയാക്കണേ കുറേ പണിയാ.
മെനക്കെടണം. ആ മെനക്കെണ്ടേക്കാൾ നല്ല ഞാൻ അനിയേട്ടൻ നേരെയാക്കോ, ഇന്നെ നേരെയാക്കണ്ട, അനിയേട്ടൻ നേരെയാക്കോ. അപ്പോൾ അനിയേട്ടൻ എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് അന്ന് എനിക്ക് ഒരു 10-16 വയസ്സ്. അത് ഉണ്ണിയുടെ വീട്ടുകാരെന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞു നല്ല മുൻചുണ്ടി ഉണ്ട് കേട്ടാ, കൊണ്ടുപോകുമ്പോ സൂക്ഷിച്ചോളൂ, തട്ടാണ്ട് മുട്ടാണ്ട് കൊണ്ടുനടന്നോളൂ. അതെ, അപ്പൊ ഞാന് പരമാവധി നമ്മുടെ ഏജന്റ് ഒരു ഇതുണ്ടല്ലോ, നല്ല മാതിരി ഉണ്ടായിരുന്നു. അതിന് തറവാട് വീടാണ്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഏജന്റ്, ഒരു ഇവര് നാട്ടു രീതിയിൽ ജീവിച്ചു അങ്ങനെ ഒരു രീതി. അതായത് പാദസരട്ടൊക്കെ ആലുമാതിരിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ സിറ്റ് ഔട്ടിൽ ഇരിക്കണ്ടെങ്കിൽ അതായത് കാലനങ്ങാണ്ട് തുറക്കണം. അച്ഛനെ അങ്ങനെ പേടിയും ബഹുമാനം എല്ലാം ഉണ്ട് കേട്ടോ. അച്ഛൻ അങ്ങനെ ക്രൂരനായിട്ടല്ല, എന്നാലും നല്ല പേടിയുണ്ട്. അപ്പൊ അച്ഛൻ സിറ്റ് ഔട്ടിലിരിക്കുകയാണെങ്കിൽ എന്റെ വീട് വലം വെച്ചിട്ട് വേണം കേറാൻ. അത് എനിക്ക് മാത്രല്ല, അച്ഛൻ തുടരുമ്പോ മക്കള് തുടരുന്നു, അച്ഛൻ. ഇവര് എന്നോട് ചോദിച്ചിട്ട് നിങ്ങളുടെ അച്ഛനുണ്ടാകുന്ന അച്ഛനാണോ ചോദിച്ചിട്ട്, ചെറിയ പ്രായമല്ല, അതിന്റെയാണ് ബുദ്ധിയില്ലായ്മോട് ചോദിച്ചതാണ്. അത് വേറെ നല്ല പണ്ടത്തെ സിനിമയിൽ രണ്ടാം അച്ഛന്മാരെ മക്കൾ പേടിച്ച് നിൽക്കുക, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് എന്റെ വിചാരിച്ചത് രണ്ടാം അച്ഛൻ. ഇവര് അച്ഛനോട് മിണ്ടില്ല. പക്ഷെ തിരിച്ച് എന്റെ വീട്ടിലാണല്ലോ അച്ഛന്റെ കൂടെ കൊയ്യിട്ട് മറിയുക, അച്ഛന്റെ കൂടെ കളിക്കുക, അച്ഛനമ്മ ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ച് കണ്ടു വളർന്ന എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര വിമർശനായിരുന്നു. ഇവിടെ എന്റെ അച്ഛൻ കെട്ടിപ്പിടിക്കില്ലെന്നും പറയും. എന്റെ അച്ഛൻ കെട്ടിപ്പിടിക്കാൻ തരുന്നത് കൈക്കോട്ട്, അല്ലെങ്കിൽ പിക്കാസ്, അല്ലെങ്കിൽ അടയ്ക്ക പറക്കണ കൊട്ട, അല്ലെങ്കിൽ ചാക്ക്, ഇത് സാധനങ്ങളൊക്കെ കെട്ടിപ്പിടിക്കാൻ തരാറുണ്ട്. പണി എന്ന് പറഞ്ഞാൽ പണി തന്നെയായിരുന്നു. അത് അച്ഛനും നല്ല അച്ഛൻ കാലിന്റെ മുകളിൽ കാല് കയറ്റിയിരിക്കല്ല. അപ്പൊ അതേമാതിരി കെട്ടിപ്പിടിക്കാൻ തരും, ഇതേമാതിരത്തെ ആയുധങ്ങളൊക്കെ തരുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര, ഞാനെന്നെ കണ്ടുപോകുന്ന എന്റെ വീട്ടില് ഞങ്ങള് ഭയങ്കര കൂളായിട്ടുള്ള അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് എടുക്കലും കളിക്കലും അങ്ങനത്തെ ലൈഫ് നിങ്ങളുടെ ഭയങ്കര വിമർശനമായിരുന്നു. അപ്പൊ ഞാൻ 16 വയസ്സ് അന്നേട്ട കഴിഞ്ഞിട്ടാണ് അതിനോട് 28 വയസ്സ് 29 വയസ്സിലേക്ക് എത്തിക്കുന്നത്. 28-29 വയസ്സിലേക്ക് എത്തിക്കുന്നത്. ഞാൻ 15 വയസ്സൊക്കെയാണ് ഒരു കല ആരംഭിക്കല്ല. അപ്പൊ ഇടക്കിടക്ക് കൂട്ടിന്റെ കൂട്ടുണ്ട്, ഇവിടെ കുറക്കുണ്ട്. അത് കൊറേ കൊല്ലായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ വയസ്സിന്റെ ഒരു മാറ്റാണ്. അപ്പൊ ഞാൻ ഒരു 18-കാരിയോ ഒരു 16-കാരിയോ എന്താണ് ആഗ്രഹിക്കുന്നത് തന്നെയാണ് അറിയാം. എന്നിട്ട് ആ വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ഈ വയസ്സിലേക്ക് എത്തിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു 28-29 വയസ്സ് തന്നെ എന്താണ് ചിന്തിക്കുക, അല്ലെങ്കിൽ ആ പ്രായത്തിൽ എന്താണ് നമ്മുടെ മൈൻഡ് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അതിനോട് കാര്യം ചെയ്തോ, ആ 29 ഇങ്ങോട്ട് അങ്ങോട്ട് അറിയിക്കും, ഒരു 5-10 വർഷം പിന്നാക്കെ അറിയിക്കും. അപ്പൊ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് സുഖമായിട്ട് സ്മൂത്തായി പോകണം. അങ്ങനെ തന്നെയായിട്ട് ഇങ്ങനെ ഒരുപാട് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ ഏജിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ മൈൻഡും മനസ്സും ഒക്കെ ഒരേ ഏജിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ പറയും 10-14 വയസ്സ് മാറ്റാൻ പറ്റൂ, ഇങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, ചിന്തകൾ വേറെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്ന് ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഞാൻ അതിനോട് പറയാം. അതൊക്കെ ഞാൻ അത് ഉണ്ടെങ്കിൽ ഇല്ല അങ്ങനെ ഒരു വാക്ക് പറയില്ല. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഓപ്പണായിട്ട് എന്നോട് എല്ലാം പറയുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ അന്നേട്ടൻ ഞാൻ പറയാം, ഒരു 10 വർഷം പിന്നാക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേട്ട് നല്ല സ്മൂത്തായിട്ട് കുറേ വർഷമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഇടയിൽ അടിഞ്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു കണ്ണടല് പോയി കിട്ടാൻ വേണ്ടിയുള്ള തല്ലും പിടിയൊക്കെ അത് നിസ്സാരം അല്ലേ ബാബുസാബ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്താ വെച്ചുകഴിഞ്ഞാൽ അത് കൂട്ടുകുടുംബായുമ്പോ അതിൻ്റെതായ ഇവരെ വീട്ടിലെ 4 പെൺകുട്ടികൾ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ ഒരു വേറെ രീതി, നിങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ 7 മക്കളായി ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ അച്ഛൻ എവിടെ തിരിഞ്ഞാലും മനുഷ്യന്മാരാണ്. അല്ല അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മരിക്കണായി 98. അങ്ങനെ നമുക്ക് എൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്നോട്ടാ. അപ്പൊ അതാണ് മെസ്സേജ് നോക്കാൻ പോയത്. അപ്പൊ എന്താ പറയാൻ തന്നെ കൂട്ടുകുടുംബായകാനോ കൂട്ടുകുടുംബായി ഇപ്പൊ അതിന്റെ ഉണ്ണിയുടെ വീട്ടിലത്തെ അന്തരീക്ഷം അല്ലല്ലോ. അപ്പൊ നിങ്ങള് ചീറ്റും അതല്ലേ ഇവര് കണ്ടു വന്ന അച്ഛനും അമ്മ എങ്ങനെയാണ് അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പണിയെടുക്കണ യന്ത്രങ്ങളായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ മുതൽ വീട്ടിലെല്ലാവരും പണിയെടുക്കണ യന്ത്രം. പിന്നെ അതിനൊക്കെ ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഒരുവിധം പിന്നെ അച്ഛൻ വീട്ടിലെ അന്തരീക്ഷം എൻ്റെ വീട്ടിൽ നമ്മൾ ഞാൻ ജനിച്ചു വളർന്ന അന്തരീക്ഷം ഒരുപാട് മാറ്റമുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ അല്ല ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു
ദുർഘട പാഠശാല എന്ന് പറയും ചെറുതായിട്ട് അല്ലേ, ചെറുതായിട്ടൊന്നും ആക്കണ്ടാവും സംബന്ധിച്ച് അങ്ങനെയാവും. അല്ല അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അത് അല്ല എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഫുൾ സ്വാതന്ത്ര്യത്തോടുകൂടി വളർന്നു വന്ന, അല്ലെങ്കിൽ അച്ഛനും അമ്മ 4 പെൺകുട്ടികളായിട്ട് വളർന്നു വന്ന വീട്ടിൽ നിന്ന് വേറെ ആരും ഞങ്ങൾ അപ്പം അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇവിടെ നിറച്ച ആൾക്കാർ, പിന്നെ അച്ഛൻ്റെ അമ്മ പേടി, അച്ഛൻ്റെ പേടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 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 നമ്മൾ സിനിമയിലല്ലേ ഈ മാസം തണുപ്പ് നല്ല തണുപ്പ്, അടുത്ത മാസം അത് കുറയും, അത് എന്താ പറയില്ലേ, അല്ല അടുത്ത മാസം തൊട്ട് ശീലമായിക്കോളുന്നു. അതുപോലെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഇനിയില്ല, പിന്നെ എന്നേട്ടാ പറഞ്ഞാൽ അതൊക്കെ പിന്നെ ഇങ്ങനെ ശീലമായി പോകില്ല എന്നേട്ടാ. അങ്ങനെ ശീലമായി 27 വർഷം പിന്നിട്ടു. ഓക്കെ, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വയസ്സിൻ്റെ ഏജിൻ്റെ ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഞങ്ങൾ പറയാം, ഞങ്ങൾ ചില പ്രശ്നങ്ങളുകൊണ്ട് ഞാൻ ഇപ്പോഴും പിണങ്ങാറുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. അത് എപ്പോഴും പറയുന്ന വാക്ക് തന്നെയാണ്, പിണങ്ങാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. പിണങ്ങിനേക്കാളും കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കുക തന്നെയാണ്. പിണങ്ങി കഴിഞ്ഞാൽ 2 ദിവസം പിണങ്ങി നടന്നാലും പിള്ളൊക്കെ വന്നോട്ടെ. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് സംസാരിക്കാനും പിടിക്കാനും. അപ്പോൾ ഇപ്പം നാളെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട അവർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട്, പക്ഷേ അതിൻ്റെ ലാസ്റ്റിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഉണ്ണോളെ ഏൽപ്പിക്കും നമ്മുടെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിയണം, അല്ലെങ്കിൽ നമ്മളെല്ലാം പണി ചുറ്റുന്നു. ഇപ്പോൾ ഉണ്ണോളെ ക്രിസ്മസ് സെലിബ്രേഷനാണ് നാളെ ട്യൂഷൻ ക്ലാസ്. ഞാൻ ടീച്ചറോട് ചോദിച്ചു ലാസ്റ്റത്തേക്ക് ആക്കിയാൽ പോരെ ടീച്ചറെ, എല്ലാം കൂടി സ്കൂളിലേക്ക് കുട്ടികളെ എങ്ങോട്ട് പോവാ, ഗൾഫിൽ പോണ കുട്ടി എന്താ എങ്ങനെയും എക്സാമിന് പോലും ഇല്ലാന്ന്. എക്സാമിന് കണ്ടിട്ട് പോകണല്ലേ, ചെറിയ മക്കൾ ആരുമില്ല, ചെറുത് നമ്മളൊറ്റണ്ടാണ്. ഇനി ചെറുതുള്ളൂ, 2-3 ചെറുതുള്ളൂ, ബാക്കിയൊക്കെ പോത്ത പിള്ളേരല്ലേ. അപ്പൊ നാളെയാണ് കുളിക്കുന്ന സ്കൂൾ ക്രിസ്മസ് സെലിബ്രേഷൻ. പിന്നെ 22-ാം തീയതി സ്കൂളിലത്തെ അതാണ് ചുവപ്പ് ഡ്രസ്സ്, 2 ചുവപ്പ് ഡ്രസ്സ് വേണം, പിന്നെ തലയിൽ വയ്ക്കണ ചുവപ്പ് വേണം, കണ്ണിൽ വയ്ക്കണ ചുവപ്പ്, ക്രിസ്മസിന്റെ എല്ലാതും വേണം. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള സാധനം കൊടുത്തേക്കണം. അപ്പം ഇന്ന് ട്യൂഷൻ കഴിഞ്ഞാൽ അവരേന് കൊണ്ടുവന്ന് പോകണം. അപ്പോൾ അതാണ് ഇനി പോയി വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യാൻ വെക്കുക, കുളിക്കുക, പിള്ളേർ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞല്ലേ കുളിച്ചിട്ട് ഉണ്ടാവൂലേ, കയറ്റത്തെ കടയിലുണ്ടാവും. പിന്നെ ഉണ്ണിക്ക് പ്ലം കേക്ക് മേടിക്കണ്ടേ. ഞാൻ വിചാരിച്ചു എന്നെ മറന്നോ ഈ മനുഷ്യൻ. എനിക്ക് ക്രിസ്മസ് ഡിസംബർ 1-ാം തീയതി ആയി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഒരു പ്ലം കേക്ക് വേണമെന്ന് ഈ മനുഷ്യനെ അറിയണ കാര്യം. അത് പിന്നെ അച്ഛൻ വെച്ചെന്റെ ആ ദിവസങ്ങളൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. പക്ഷെ എന്നിട്ട് 3-4 ദിവസമായി ആ പ്ലം കേക്ക് മേടിച്ചിരുന്ന സിറ്റ് ഔട്ട് ചെയ്യുന്ന കേക്ക് ഒരു ആഗ്രഹം. അത് ചില നേരത്തുള്ള ഒരു ആഗ്രഹം. കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായയും പ്ലം കേക്ക്. അത് ഞാൻ പറയാം, അല്ലാത്ത സമയത്ത് ഞാൻ ചോദിക്കാണ്ട് വെച്ചിട്ട് ഒരു സമയത്ത് ഞാൻ പ്ലം കേക്ക് ചോദിക്കാത്തതാണ്. പക്ഷെ ഈ ഡിസംബർ പഴം പുഴുങ്ങി ചോദിക്കും, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഞാൻ കഴിക്കില്ല. അല്ലെങ്കിൽ നേന്ത്രപ്പഴേ വേണ്ട, എത്ര നേന്ത്രപ്പഴം കിലോ കണക്കിന് എന്റെ വീട് കൊണ്ടിട്ടു അതൊരു എനിക്ക് ഓണ സമയമാകുമ്പോ പഴം ശർക്കര ഇട്ട് പുഴുങ്ങി 2 കഷ്ണം, കൂടുതലൊന്നും വേണ്ട. ക്രിസ്മസ് സമയമായി കഴിഞ്ഞാൽ ഒരു പ്ലം കേക്കും കിട്ടണം. അതിന്റെ ഒപ്പം നമ്മുടെ ഗീപത്തിന്റെ അടുത്ത് വൈനും കിട്ടണം. അതുകൊണ്ടാ വൈന് പറഞ്ഞിട്ടുള്ള ആഗ്രഹം. അത് വേറെ അടുത്ത വൈനക്ക് ഇഷ്ടമില്ല. ഗീപത്തിന്റെ വീട്ടിലുണ്ടാക്കണ അമ്മച്ചി മരിച്ചു. എന്നാലും ഗീപത്തിന്റെ അമ്മച്ചി ഉണ്ടാക്കണ ആ വൈൻ അവിടെ നിന്ന് 2 പ്രാവശ്യം വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൈന. എനിക്ക് വേറെ വൈനൊന്നും എനിക്ക് അങ്ങനെ നമ്മളെ നാളൊരു കുപ്പി ആർക്കും കൊടുക്കുകയും ചെയ്തല്ലേ. ഹാജി ബാബിന് കൊടുത്തു. നമ്മളിത് അങ്ങനത്തെ വൈൻ കുടിക്കുന്നത്. പക്ഷേ എനിക്ക് ആ വൈൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ പ്രാവശ്യം എൻ്റെ മോള് വൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു കുക്കർ വൈൻ ഇടണമെന്ന് വെച്ചിരിക്കുന്നുണ്ട്. കുക്കറിൽ അല്ല കുഞ്ഞിന് വെച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ക്രിസ്മസ് അല്ലേ, മക്കളെല്ലാരും കൂടി ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ ചോദിച്ചു. ഇപ്പൊ കുണക്കന് കുടിക്കാനും സ്കൂളിൽ പോകുമ്പോ കുഞ്ഞ് വരില്ലേ എന്ന് വെച്ചിട്ട് അവര് നിക്കണത്. അവര് കുഞ്ഞിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പൊന്നീച്ചിനെ വെയിറ്റ് ചെയ്യാൻ പൊന്നീച്ച് എപ്പോഴും ഒരാഘോഷം ഞാൻ മുൻകൂട്ടി കാണാറില്ല. ആ സത്യമായിട്ടാ ഞാന് എന്താ കാര്യം പറഞ്ഞു, ക്രിസ്മസ് അച്ഛൻ മരിക്കണ മുന്നേ എന്തോ ഒരു കാര്യം പറഞ്ഞു, ക്രിസ്മസ് ട്രീയുടെ കാര്യം. അതെന്താ കൊറേ സ്റ്റാർ അല്ല, ഇപ്രാവശ്യം സിറ്റ് ഔട്ട് നന്നാക്കിയപ്പോ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ആ ക്രിസ്മസ് ട്രീ പുൽക്കൂട് കുണിക്കുമ്പോളെ പറഞ്ഞു പുൽക്കൂട് വേണം അച്ഛൻ ഇപ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാട്ടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒന്നും മുൻകൂട്ടി പറയണ്ട, എല്ലാം ആ സമയം നടക്കുണ്ണിയെ ഒന്നും മുൻകൂട്ടി പറഞ്ഞ. ഇതൊരു മുന്നേ എന്തൊരു കാര്യം പറഞ്ഞത്, അതെന്തായിരുന്നു?
എന്റെ നാവ് പൊന്നായിട്ട് ബാബുസ്വാമി. ബാബുസ്വാമി. എനിക്ക് ആ പേര് വരാനാണോ ഇടയ്ക്കിടയ്ക്ക് ബാബുസ്വാമിനെ എഴുന്നള്ളിക്കണ്? നിങ്ങള് ഹാപ്പിയാണ്. ഞാനതൊരു തമാശക്കാണ്. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തമാശകൾ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തി സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ സാരി ബിസിനസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കട റൂമിൻ്റെ ഒന്നുകൂടി കട വലുതാക്കിയിട്ട് സാരിയുടെ ഷോപ്പ് പോലെ തുടങ്ങുന്ന ഒരു ആഗ്രഹമുണ്ട്. വലിയ ഷോപ്പല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഷോപ്പുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു റൂം കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സാരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഷോപ്പ് പോലെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും ജീവിച്ചല്ലേ പറ്റും. മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങണ്ടേ, ഓരോ കാര്യം. അപ്പോൾ ഈ സ്ഥലം വിറ്റ് നമ്മൾ കുറച്ച് കടകളും ബാധ്യതകളും വീട്ട് കഴിഞ്ഞാൽ വീട്ടാളതുള്ളൂ. എന്നാലും അതിനൊരു 2 ലക്ഷം മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി എന്നെ ഓരോന്നും ടെൻഷൻ അടിക്കും. എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അതേ ടെൻഷനാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിട്ട് രാത്രി ഉറങ്ങാനായിട്ട് ഉണ്ണിയെ നിർത്ത് മതി, ഇപ്പം സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സമയം ടെൻഷൻ അടിപ്പിക്കല്ലേ. അന്നേട്ടാ നിങ്ങൾക്ക് എന്നെ മോൻ നോക്കിട്ട് എന്താ തോന്നുന്നു? നല്ല ഐശ്വര്യമുള്ള മകട്ടാ, നല്ല ഐശ്വര്യമുള്ള മകും. എവിടെ കൊണ്ടാ? നല്ല സുന്ദരി പെണ്ണല്ലേ. എന്ത് കാര്യം? എന്ത് പറഞ്ഞു? ഒന്നില്ല, എനിക്ക് ആ മകുണ്ടി അത് ഇത് മാറ്റിയതല്ലേ, പ്ലേറ്റ് മാറ്റിയതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ക്ഷീണിച്ചല്ലോ. അന്നേനല്ലേ ക്ഷീണിക്കണ്ട പറഞ്ഞത്? ബ്ലഡ് കുറഞ്ഞു. ആ ബ്ലഡ് കുറവ് കാരണം അത് സ്വാഭാവികം. ഇപ്പൊ ഈ പ്രാവശ്യമായിട്ട് നമ്മളത് കോഴിമുട്ട പൊഴിഞ്ഞതിന്റെ നമ്മള് ആഴ്ചയില് ഇപ്പൊ കോഴിമുട്ട മേടിച്ചിട്ട് തിന്നാൻ തോന്നുന്നില്ലല്ലോ. എന്തുണ്ടായി? നോൻപ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങക്ക് അങ്ങനെ മീനോടോ അതിനോട് വലിയ അർത്ഥം തോന്നണില്ല കേട്ടാ. ചിന്താവിഷ്ട ശ്യാമളാവാതെ വസ്ത്രം വരാണ്ട് ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നോക്കി. ഒരു മിനിറ്റ് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നു. കണ്ണുകൾക്ക് നോക്കണ്ട. ഈ ആൾക്കാര് ഇവരെന്താ വീഡിയോ എടുക്കല്ലേ, കണ്ണില് നോക്കിയിരിക്കാണോ? കണ്ണില് കുരുണ്ടോ? വേണ്ട, അതിന്റെ സമയമാകുമ്പോ അതൊക്കെ ആവും. സാമ്യാവന്റെ സമയം അല്ല. ഇനിയിപ്പോ എന്തായാലും ശബരിമലയ്ക്ക് എല്ലാ വർഷം പോണെന്ന് ദൈവം എനിക്കറിയാം. അത് നമ്മുടെ വീട്ടിൽ തന്നെ കെട്ട് നിറച്ച് അതുപോലെ എനിക്കൊരു ചെറിയൊരു ഇതാട്ടോ. അത് ഈ നാട്ടിലില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കെട്ട് നിറച്ചിട്ട് മക്കൾക്ക് കെട്ട് അമ്മയാണ് തലയിൽ വെച്ച് കൊടുക്കട്ടെ. പക്ഷെ ഇവിടെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഓർക്കണം എല്ലായിടത്തും അമ്മ കെട്ട് നിറച്ചിട്ട് അമ്മ പിടിക്കാറൊക്കെ ഉണ്ട് ആദ്യം. എന്താ ഇവിടെ പറയാ? ഇവിടെ പിന്നെ അമ്മ പോയില്ലേ? ആ നേരത്തെ അമ്മ പോയില്ലേ? ഇല്ലേ? നിങ്ങളുടെ 2 മക്കളെ അമ്മ ഞാനാ. സോറി. അയ്യോ, കുണിക്കുന്ന അമ്മ ഞാനാ. സോറി. അല്ല പിന്നെ ആ നേരത്തെ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് അവരുടെ തലയില് എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യം അത് ഇവിടുത്തെ കാര്യം എങ്ങനെയാ? ഞാൻ പ്രത്യേക തരം ഈ അനിയന്റെ ഫാമിലി ഒരു പ്രത്യേകത. ഇതെല്ലാം പറയണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും ആവശ്യം പറയില്ല. ഞാൻ എന്റെ കെട്ട് താങ്ങണ നേരത്തെ ഉണ്ണിയെ കൊണ്ട് പിന്നെ സത്യം അത് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ എന്താ വെച്ചെങ്കിൽ അച്ഛനാ നേരത്തെ അച്ഛൻ ഇങ്ങനെ എല്ലാ മാസമൊക്കെ പോയി വരുന്ന ആളല്ലേ. അപ്പൊ അച്ഛനാ കെട്ടുതറയിലൊക്കെ ഇരിക്കുമ്പോ ചെറിയൊരു വിഷമം എന്നാലും സന്തോഷമല്ലേ ചേട്ടാ? അച്ഛനാ ലാസ്റ്റ് ആകുമ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടാ. അനിയൻ അവരൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ കെട്ടുന്നറ വെച്ചാൽ നമ്മള് അമ്പലത്തിൽ കെട്ട് നിറച്ച് പോകാന്ന് വെച്ചു. പക്ഷെ എന്താ അങ്ങനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടപ്പോ അതിനൊരു 10 മിനിറ്റ് അച്ഛന് ഇരിക്കാൻ പറ്റിയത് അതിലല്ലേ. പക്ഷെ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഏട്ടനോട് പറയണം. എൻ്റെ മനസ്സിലൊരു കാര്യമാണ് കേട്ടാ. കുണിക്കനായാലും കുണിക്കായാലും മാലിട്ടായിരുന്നു അച്ഛനാവണം. പൊന്നിനും കുഞ്ഞിനും അതെ, അച്ഛൻ മാലിട്ടായിരുന്നു കിട്ടാറ് ചില അതായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ അച്ഛനത് മാലിട്ട് കൊടുക്കാനൊന്നും കുളിച്ചേരുന്നില്ല. അച്ഛന് നോൽമ്പെടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. മറ്റുള്ള അച്ഛനൊന്നും ഇറച്ചി മീനൊന്നും കഴിക്കില്ല. പക്ഷെ അങ്ങനെ കുളിക്കാണ്ട് തന്നെ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരാളോടാണ് മാല ഇടിയിച്ചതും, വേറെ ആളെ നമ്മൾ സുഭാഷേട്ടനോടാണ്. അതല്ല അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ലെങ്കിലും കെട്ട് നിറയുടെ നേരത്തെ അച്ഛന് കുറച്ച് 10 മിനിറ്റ് ഇവിടെ വന്നു. അല്ല, നമ്മുടെ മനസ്സിൽ ആ ഒരു 10 മിനിറ്റ് നേരം അച്ഛൻ
എൻ്റെ മക്കളൊക്കെ കെട്ടുനിറക്കിയാൽ അനിയൻ്റെ കെട്ടുനിറക്കുമ്പോൾ ഇവിടെ ഉണ്ടായപ്പോൾ അതൊരു ഹാപ്പി ആയിരുന്നു. അച്ഛൻ്റെ ലാസ്റ്റത്തെ ആണെങ്കിൽ പോലും ആ ഒരു അനുഗ്രഹം എൻ്റെ മക്കളെ കെട്ടുനിറക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഇതാക്കണം. ആ ഒരു അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമാണ്, മനസ്സിന് അതൊരു സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത കെട്ടുനിറയിൽ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ 2 മക്കളും കെട്ടുനിറച്ച് തലയിൽ വെച്ച് കൊടുക്കുന്നത് ഞാനായിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അതല്ല, പരമാവധി പറ്റുന്ന സമയമൊക്കെ കുണിക്കുമോളേനും പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ദുഃഖമാണ് എനിക്ക് ശബരിമലയിൽ പോകാൻ പറ്റാത്ത. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് വെച്ചാൽ അന്നൊന്നും അറിയില്ല, അന്നൊന്നും നമ്മുടെ അച്ഛൻ കൊണ്ടേയില്ല. അപ്പോൾ ഇനി പോവാം എന്ന് വെച്ചാൽ നടക്കുകയില്ല, അത് ദൈവത്തിൻ്റെ കയ്യിൽ, അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷേ ചെറുപ്പത്തിൽ അത് നടന്ന് കിട്ടിയെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ പൊന്നിനും കുഞ്ഞിനായാലും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ശബരിമലയിൽ പോകണം. അതൊക്കെ നിർബന്ധമായിരുന്നു. ഞാൻ എന്നോട് ഗൾഫിലുള്ള പറഞ്ഞു എന്നിട്ട് വേഗം വരണം, പൊന്നിന് 10 വയസ്സാവാനായി വേഗം വന്നിട്ട് പൊന്നിനും കൂടെ ശബരിമലയ്ക്ക് പോകണം, എന്തായാലും പോയേ പറ്റുള്ളൂ. ഞാൻ വാശി പിടിച്ചിട്ടുണ്ട് ആ സമയത്ത്. എന്താ വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റാത്ത എൻ്റെ മക്കളിൽ ഞാൻ നടത്തിയെടുക്കാം. അപ്പോൾ കുണിക്കുമോൾക്ക് ഇനി പറ്റുന്ന കാലമൊക്കെ അനിയൻ്റെ കൂടെ ശബരിമലയ്ക്ക് കുണിക്കുമോളെ പറഞ്ഞേക്കണം. കുണിക്കലെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കിടക്കുകയല്ലേ ശബരിമലയ്ക്ക് അയ്യപ്പനെ കാണാൻ പോകാൻ. പക്ഷേ കുണിക്കുമ്പോൾ മാളികപ്പുറത്തുങ്ങൾക്ക് വളരെ കുറച്ചാളല്ല ആ ഒരു ഭാഗ്യം ദൈവം തരുന്നുള്ളൂ. പിന്നെ നമ്മൾ അത്രയും വയസ്സ് വരെ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റിങ് ഭയങ്കര എത്ര വർഷങ്ങൾ നമ്മുടെ സാമ്പത്തികം അല്ല ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുണ്ടോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നടത്താൻ പറ്റണ സമയത്ത് അത് നടത്താം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നീ കുണിക്കുമ്പോഴേയും അടുത്ത പ്രാവശ്യം മരയ്ക്ക് വിടുമ്പോൾ കെട്ട് നിറച്ച് ഇവരെ തലയിൽ കെട്ട് വെച്ചോണ്ടെന്ന് എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇത് ഈ പ്രാവശ്യക്ക് സാധിച്ചില്ല. എനിക്ക് ഇവിടുത്തെ അനിയൻ്റെ വീട്ടിലും കെട്ടിറക്കുമ്പോൾ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അമ്മമാരോട് തലയിൽ വെപ്പി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറ്റുള്ളവർത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഒരു അമ്മയാണ് തലയിലേക്ക് കെട്ട് നിറച്ച് മക്കളെ വെച്ച് കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടില്ല. ഞാൻ ഈ നാട്ടിലെ അമ്മമാർക്ക് യാതൊരു വിലയിലേ ചിന്തിച്ചു. എന്നാലും എനിക്ക് ഭയങ്കര വിഷമം. അത് ചെയ്തിട്ട് അത് ഭയങ്കര വിഷമം. അത് പിന്നെ അച്ഛന് വയ്യാണ്ടായി ഇപ്പൊ ഞാനാകെ പോട്ടെ. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ആർക്കും വയ്യാതെ വയ്യാണ്ടാവട്ടെ എന്നല്ല, വയ്യാതെ അടുത്ത പ്രാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ ഒരു കൊല്ലത്തിന് ശബരിമലയ്ക്ക് പോകാൻ പറ്റുള്ളൂ ചിലവർ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല, അന്വേഷിച്ച് നോക്കണം. അല്ലെങ്കിൽ അന്വേഷണം എൻ്റെ ഇടയിൽ തൊഴാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അല്ലേ ചേട്ടാ? വിഷുവിനൊക്കെ തൊഴാൻ പോകണം. വിഷുവിന് ഏപ്രില് വിഷുവിന്റെ ശബരിമലയ്ക്ക് തൊഴാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. വിഷുവിന്റെ അന്നല്ല, അതിന്റെ വിഷുവിന് ആ സമയത്ത് എത്ര ദിവസം നട തുറക്കൂലോ, വിഷുവിന്റെ മുന്നേ തുറക്കും. അല്ലെങ്കിൽ വിഷു വർഷമല്ലടാ എനിക്ക് കൊറേ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടു കാണുന്നത് ഈ ഒരു ഫേസ്. അതിപ്പോ നല്ലത് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അത് പലർക്കും പലരും ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ആ വിഷുക്കണി കാണേക്കാളും മുന്നേ ഞാൻ ഈ തിരുമോന്തയാണ് കാണാറ്. ഒരു പക്ഷേ ഞാനിങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളതുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരുപാട് വിഷമങ്ങളിലും. അല്ലെങ്കിൽ ഇതൊക്കെ എന്തേത് വാടി ഒഴിച്ച് വീണ്ടേന്ന് വെച്ചിട്ടാ. ക്ഷീണുണ്ട്, അസുഖം എന്ന് പറയുന്നത്. ഇപ്പൊ അച്ഛന് അസുഖത്തിന്റെ ക്ഷീണമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടേ അച്ഛൻ സെറ്റാണ്. എല്ലാരും ഇവിടെ കാണാതെ ഇനി കരളിൽ അസുഖം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. ഇവിടെ ഒരു അത് അച്ഛൻ വെയിലുള്ള ശബരിമലയ്ക്ക് പോയി വെയിലുണ്ടപ്പോൾ ചെറിയൊരു ഇത് വന്നതാ. പിന്നെ അച്ഛന് ഓൾറെഡി ഇവിടെ ഒരു വീർമതിള്ള ഇങ്ങനെ ഒരു ഇറുകിയൊരു ഇതാ. അപ്പൊ അവിടെ ഒരു ഡാർക്ക് നിറം തോന്നാറുണ്ട്. അപ്പോഴേക്കും പറഞ്ഞു കരളിന് അസുഖമുള്ള ആളാണ്, കരളിന് അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ ഉണ്ടാവില്ല എന്ന് അറിയില്ല. മനുഷ്യസ്ഥിതിയാണ് ഈ നിമിഷ നേരത്തെ നമുക്കറിയാം. ഇപ്പൊ അടുത്ത് തന്നെ ഞങ്ങള് ആസ്ട്രലില് സ്കാൻ ചെയ്താണ്, വയറൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ്, ഒരു കുഴപ്പം. ദൈവം സഹായിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ആരാത് പോണു അപ്പൂസ. അപ്പൊ അങ്ങനെ എന്നാലും പോയാലും നമുക്ക് ഞാൻ ഇപ്പൊ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളും പോട്ടെ. ബൈ ബൈ.